Smoking is injurious to health. It causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അത് അർബുദത്തിന് കാരണമാകുന്നു. ന്യൂസ് വന്നു. സാറേ, എല്ലാം വെച്ചു. ആ നിനക്ക് റൂം ഇഷ്ടപ്പെട്ടോ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ചോയ്സ് എന്തെങ്കിലും മോശമായിട്ടുണ്ടോ? ജസ്റ്റ് ലൈക്ക് മീ. ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാനിപ്പോ വരാം. നീ എന്താ ഇങ്ങനെ? എന്തോ ഇത് നമ്മുടെ ആനിവേഴ്സറി ആയിട്ട് നീ എന്താ ഈ ചെയ്യുന്നേ? അയ്യോ, ഞാൻ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഇല്ലേ. ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് പുറത്തു പോവാം. ഞാനൊരു കാര്യം പറയട്ടെ? താങ്ക് യു, ഇതുപോലെയൊരു റൊമാൻറ്റിക് സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് വന്നതിന്. പക്ഷെ നീ ഇങ്ങോട്ട് വരുന്നത് വരെ അൺറൊമാൻറ്റിക് ആയിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഒന്ന് ക്ഷമിക്കും മിസ്റ്റർ, ഇത് നമ്മുടെ 5th ആനിവേഴ്സറി അല്ലേ?
അതുകൊണ്ട് നമ്മൾ ഇത് മറക്കാൻ പറ്റാത്തൊരു ആനിവേഴ്സറി ആക്കി മാറ്റണം. ഓ ഓക്കെ, ഞാനത് മറന്നുപോയി. നിങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ പറ. നമ്മുടെ ആനിവേഴ്സറി ഡേ എന്നാന്നെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? പക്ഷെ നീ തന്നെയല്ലെന്ന് പറഞ്ഞേ, ആനിവേഴ്സറി ആകുമ്പോ അത് നീ തന്നെ ഓർമ്മിച്ചോളൂന്ന്. അത് സത്യം തന്നെയാ. എന്തായി ചെയ്യുന്നേ? ആൾക്കാർ കാണില്ലേ? ആളുകൾ എന്ത് പറയാനാ? ഞാൻ എന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കും. വേറെ ആരെങ്കിലും ഭാര്യമാരായിരുന്നെങ്കിലേ ഇപ്പോ പിന്നെ നിങ്ങളുടെ സ്ഥിതി എന്താവുമെന്ന് ആലോചിച്ച് നോക്ക്. എനിക്കെന്താ ഭ്രാന്താണോ? ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ ഉള്ളപ്പോ ഞാൻ വേറെ ആരെങ്കിലും അടുത്തേക്ക് പോവോ? അതെ, നമുക്ക് പോവാം. നമ്മുടെ റൂമിലേക്ക് പോയാലോ? വേണ്ട. അതെന്താന്ന് വെച്ചാ നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. സർപ്രൈസോ? ഓക്കെ, ശരി, ഞാൻ പോവാ. നിങ്ങൾ ഇവിടെ തന്നെ ഇരി. ശരി, നീ പോയിട്ട് വരുന്നവരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ശ്രദ്ധിച്ചു പോണേ. അതെ, ആക്ച്വലി നീ എനിക്ക് സർപ്രൈസ് തരുന്നായിരുന്നല്ലേ പറഞ്ഞിരുന്നത്. എനിക്ക് നിനക്കൊരു സർപ്രൈസ് തരണമെന്ന് ആഗ്രഹമുണ്ട്. നിനക്ക് വേണ്ടി ഒരു ബ്ലൂ കളർ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആ ഡ്രസ്സ് നീ എനിക്ക് വേണ്ടി ഇടണം. അതിന് നീ ഒന്നുകൂടെ സുന്ദരിയായിരിക്കും. അങ്ങനെയാണോ? ഓക്കെ, ശരി, ഞാനിപ്പോ വരാം. വേഗം വരാവേ. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ. സൂക്ഷിച്ചു പോണേ. ഓക്കെ ഓക്കെ. ഹേയ്, ശ്രദ്ധിച്ചു പോ. ദീപു, ഞാൻ വന്നു മുത്തേ. ഈ വാതിലൊന്ന് തുറക്ക്. നിന്റെ സർപ്രൈസിന് വേണ്ടി എനിക്ക് ഇതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തു പറ്റി? ഒന്ന് തുറക്ക്. എനിക്കിത് കാത്തിരിക്കാൻ വയ്യ. ഡോറ് തുറന്ന് അകത്ത് കയറി കേട്ടോ. ഞാനെത്തി. നീ ഇവിടെ ഒളിച്ചു കളിക്കുകയാണല്ലേ? നിനക്ക് കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്. ഒളിച്ചിരിക്കാതെ വാ. ഓ, നീ ബാത്റൂമിലാണല്ലേ സർപ്രൈസ് വെച്ചിരിക്കുന്നേ? ടാങ് 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 ടാങ്. ദീപ, അല്ല, ഇവിടെ എവിടെ പോയി? ഹേ ദീപ, ഹലോ, ഇവിടെ ഡോർ തുറന്നിട്ട് എങ്ങോട്ടേക്ക് പോയത്? ദീപ, 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 ഇവിടെ എവിടെ പോയി? ഇവിടെ ഇവിടെ നോക്കാം. ദീപ, 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 ഹലോ. ഹലോ മിസ്റ്റർ രാജ്, സുഖമാണോ? സുഖായിരിക്കുന്നു. നിങ്ങളാരാ? നിങ്ങൾക്ക് സുഖമാണെന്ന് കേൾക്കാൻ തന്നെ ഒരു സന്തോഷമുണ്ട്. താങ്കളുടെ ഭാര്യയെ കാണാതെ താങ്കൾ ശരിക്കും സങ്കടപ്പെടുന്നുണ്ട് അല്ലേ? നിങ്ങളാരാ? ഇത് നോക്ക്, നിങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു മൂഡിലല്ല ഞാനിപ്പോ. നിങ്ങൾ നിങ്ങളുടെ പേര് പറയൂ, അല്ലെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത്. ഫോൺ ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ നീ ഫോൺ കട്ട് ചെയ്താലേ നിന്റെ ഭാര്യയുള്ള സ്ഥലം നിനക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എനിക്ക് മാത്രമേ ആ സ്ഥലം അറിയാവൂ. മനസ്സിലായോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ വൈഫ് എവിടെ? നിന്റെ ഭാര്യ, അതായത് ദീപ, കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്തായി പറയുന്നത്?
എന്താ പറയുന്നത് കേട്ടിട്ട് മനസ്സിലായില്ലേ? നിന്റെ ഭാര്യയോട് സംസാരിക്കുക, എന്നാലേ നിനക്ക് സത്യം മനസ്സിലാവും. ഹലോ ഹലോ രാജ്, നീ എവിടാ? എനിക്ക് പേടിയാവുന്നു. നീ എന്നെ ഒന്ന് കൊണ്ടുപോകും. ദീപ, ദീപ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നീ എവിടെയാണെങ്കിലും അങ്ങോട്ട് വന്ന് നിന്നെ ഞാൻ രക്ഷിക്കും. നീ പേടിക്കണ്ട, നിന്റെ ഭാര്യ ഇവിടെ വളരെ സന്തോഷവതിയാണ്. ഇനിയെല്ലാം നിന്റെ കയ്യിലാ ഉള്ളത്. നീക്ക് എന്താ വേണ്ടെന്ന് പറ. പറയാം, പക്ഷെ അതിനു മുമ്പ് എന്റെ ചില ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. ചോദ്യോ? എന്ത് ചോദ്യോ? നീ നിന്റെ ഭാര്യയെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് പറ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം നൽകണം, മനസ്സിലായോ? ഓക്കെ, പറയാം. ഞാൻ ദീപയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ ചോദിച്ചേ? എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. കടലിന്റെ ആഴം അളക്കാൻ പറ്റുമായിരിക്കും, ആകാശത്തിന്റെ ഉയരം അളക്കാൻ പറ്റുമായിരിക്കും. എന്റെ പ്രണയം അളക്കാൻ പറ്റില്ല. എനിക്ക് അവൾ എന്റെ ജീവന്റെ ജീവനാണ്. പിന്നെ അവളൊരു പാവാണ്. അവളുടെ മനസ്സും വളരെ ശുദ്ധമാണ്. അവളില്ലാതെ എനിക്കൊരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല. പ്ലീസ് അവളെ വെറുതെ വിട്. നീ നിന്റെ ഭാര്യയെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ? കേൾക്കാൻ തന്നെ വളരെ സന്തോഷമുണ്ടല്ലോ. നീ ഇത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ട് നിന്റെ ഭാര്യയെ സംരക്ഷിക്കുന്നതിന് 10 ലക്ഷം രൂപ ഒരു വലിയ എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. 10 ലക്ഷോ? എനിക്ക് ഈ 10 ലക്ഷം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന? 10 ലക്ഷം രൂപ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിന്റെ ഭാര്യയെ ഞാനങ്ങ് കൊല്ലും. നിങ്ങള് പൈസ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ കൊന്നു കളയുന്നാണോ പറയുന്നത്? ആ, നിന്റെ ഭാര്യയെ ഞാൻ കൊല്ലും. നീ എന്നോട് കള്ളം പറയണ? നിനക്കെന്റെ ഭാര്യയെ കൊല്ലാൻ കഴിയില്ല. ഇതിനു മുൻപ് നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഞാനൊരു പ്രൊഫഷണൽ കില്ലറാണ് മിസ്റ്റർ രാജ്. നിനക്ക് നിന്റെ ഭാര്യയോട് സ്നേഹമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാ നീ ഇത്രയും ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ. നിന്റെ ഭാര്യയുടെ ബോഡി നിനക്ക് റൂമിന് പുറത്ത് ലഭിക്കും. അത് കണ്ടതിന് ശേഷം പിന്നെ ഫീൽ ചെയ്ത് ഒരു പ്രയോജനമില്ല. ശരി, ഞാൻ നിനക്ക് 20 ലക്ഷം തരാം. കിൽ മൈ ബോയ്. Are you sure? Yes, I am serious. ഇതൊരു ഓഫറാണ് കേട്ടോ. ഇത് ലിമിറ്റഡ് പീരിയഡുമാണ്. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഞാൻ അവളെ സിക്കിമിലേക്ക് കൊണ്ടുവന്നത് കൊല്ലാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല, ഒരു പ്രൊഫഷണൽ കില്ലറേയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ ഇടയ്ക്ക് കയറി കാര്യങ്ങൾ ഒന്നുകൂടെ ഇൻട്രസ്റ്റ് ആക്കി. നീ എന്തായാലും അവളെ കിഡ്നാപ്പ് ചെയ്യുന്ന സ്ഥിതിക്ക് നീ തന്നെ അങ്ങ് കൊന്നേക്ക്. ഞാൻ ഫുൾ എമൗണ്ട് നിനക്ക് തരാം. കുറച്ചു മുമ്പ് ഭാര്യയെ പറ്റി അങ്ങനെ സംസാരിച്ചിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? അതാണോ? അത് ചുമ്മാ പറഞ്ഞ. ആക്ച്വലി എൻ്റെ ഈ വൈഫല്ലേ, അവള് തൊണ്ടേ കുടുങ്ങിയ മുള്ളു പോലെ. അവള് ഭയങ്കര പൊസസീവാ. ഞാൻ എവിടെയാ പോകുന്നത്, എന്താ ചെയ്യുന്നത്, ആരെയൊക്കെ കാണുന്നു, ഇങ്ങനെ കണ്ട സകല കാര്യങ്ങളും അവൾക്കറിയണം. ഒരു കുറ്റവാളിയെ പോലെ ഞാൻ അവളുടെ കൂടെ ജീവിക്കുന്നത്. സോ ഞാനൊരു കാര്യം തീരുമാനിച്ചു. അവളുടെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയാം. ആക്ച്വലി സുഹൃത്തെ, എല്ലാ ആണുങ്ങളും കുടുംബമല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി സന്തോഷിക്കാൻ ആഗ്രഹിക്കും. ഇനി ഞാൻ അവളെ പുകഴ്ത്തി എന്തിനാണെന്നറിയാം? നമ്മൾ ഈ സംസാരിച്ചത് മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതായത് നീ അവളെ കിഡ്നാപ്പ് ചെയ്തത്, എന്നോട് പണം ചോദിച്ചത്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ പോലീസിനോട് പറയും. അതുമാത്രമല്ല, എനിക്ക് പറഞ്ഞ കാശ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നീ അവളെ കൊന്നു കളഞ്ഞെന്നും പറയും. നിനക്ക് ഓക്കെ അല്ലേ? സോ വെരി വെരി താങ്ക് യു മൈ ഫ്രണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് ഡൈവോഴ്സ് കൊടുത്തിരിക്കാൻ എന്തുകൊണ്ട് ചെയ്തില്ല? ഞാൻ പറഞ്ഞില്ലേ, അവള് പൊസസീവാ. അവൾ എനിക്ക് ഡിവോഴ്സ് തരില്ല. ഇനിയൊരു പക്ഷേ ഞാൻ അവളുടെ ഫാമിലിയോട് ഇത് സംസാരിച്ചെന്ന് വെക്കാം, അവളുടെ ഫാമിലി എന്നെ ഭ്രാന്തനാക്കി മാറ്റും. സത്യത്തിൽ നിങ്ങൾ വലിയ ആള് തന്നെയാണ്. ശരി, നിങ്ങളുടെ ഭാര്യയെ കൊന്നിട്ട് അതിനുശേഷം നിങ്ങളെ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഗുഡ് ബൈ. ശരി, ഫോൺ വെക്കുക.
ന്യൂസ് വന്നു കാണും. എന്തു പറ്റി? എന്നെ കണ്ടിട്ട് ഷോക്കായിട്ടിരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ, എങ്കിലേ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ആക്ച്വലി ആ കിഡ്നാപ്പർ ആരെന്ന് വെച്ചാ അത് ഞാൻ തന്നെ. ഈ ഡേറ്റ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഇന്ന് നമ്മുടെ കല്യാണ ദിവസം, നമ്മുടെ ആനിവേഴ്സറി. നിങ്ങളെ വിട്ടിട്ട് ഞാൻ ഹോട്ടലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ കരുതി. സോ റൂമിൽ വന്നതിന് ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ വെളിയിലോട്ട് പോയി. പിന്നെ ആപ്പ് മുഖേന എൻ്റെ വോയിസ് പുരുഷന്മാർ റൂട്ട് മാറ്റി കിഡ്നാപ്പറിനെ പോലെ ഞാൻ സംസാരിച്ചു. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഇത്രത്തോളം സ്നേഹിക്കുന്നു ആശ്ചര്യപ്പെട്ടു. ആ സന്തോഷത്തിന് അളവില്ലായിരുന്നു. കടലിന്റെ ആഴം അളക്കാൻ പറ്റുമായിരിക്കും, ആകാശത്തിന്റെ ഉയരം അളക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്റെ സ്നേഹം അളക്കാൻ പറ്റില്ല. അവിടെ എനിക്ക് എന്റെ ജീവന്റെ ജീവനാണ്. പക്ഷെ അതിനുശേഷം നിന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ആ നിമിഷത്തിൽ എന്റെ സന്തോഷം തവിട് പൊടിയായി മാറി. അറിയോ? ആക്ച്വലി അവൾ എന്റെ തൊണ്ടയിൽ കുടുങ്ങിയൊരു മുള്ളാണ്. അവിടെ എനിക്ക് ഡിവോഴ്സ് തരില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ സിക്കിമിലേക്ക് കൊണ്ടുവന്നത്, ഇവിടെ വെച്ച് കൊല്ലാൻ. എന്നെ ഇത്രത്തോളം വെറുക്കുന്നുണ്ടോ രാജ്? എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. ഞാൻ നിങ്ങളോട് ജയിൽ പുള്ളികളെ പോലെയാണോ പെരുമാറുന്നത്? പറ. എന്നെ കൊല്ലാനായിട്ട് 20 ലക്ഷം രൂപ സംസാരിച്ചില്ലേ? ശരി, ഓക്കെ. ഞാൻ നിങ്ങളെ വിട്ട് പോകണം അല്ലേ? 10 പൈസ വാങ്ങിക്കാതെ ഞാൻ പൊക്കോളാം, ഫ്രീ ഓഫ് കോസ്റ്റ്. നോക്ക്, എനിക്ക് പറയാനുള്ളത് കേക്ക്. ഡോണ്ട് ടച്ച് മീ ഓഫീസർ. എന്താടാ 20 ലക്ഷം കൊടുത്ത് നിന്റെ ഭാര്യയെ കൊല്ലാൻ വേണ്ടിയാണോ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നേ? ഞാനൊരു സന്തോഷമുള്ള കാര്യം പറട്ടെ. നീ ഒരു 5 ലക്ഷം രൂപ എനിക്ക് കൈക്കൂലി തന്നിരുന്നെങ്കിലേ ഞാൻ തന്നെ നിന്റെ ഭാര്യയെ കൊന്നു തന്നേനെ. ആക്ച്വലി അവൾ എന്റെ തൊണ്ടയിൽ കുടുങ്ങിയൊരു മുള്ളാണ്. അവൾ എനിക്ക് ഡിവോഴ്സ് തരില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ സിക്കിമിലേക്ക് കൊണ്ടുവന്നത്, ഇവിടെ വെച്ച് കൊല്ലാൻ. അതിനുവേണ്ടി ഞാനൊരു പ്രൊഫഷണൽ കില്ലറെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ യു ആർ അണ്ടർ അറസ്റ്റ്. വാ. മതിയടോ, ആവശ്യത്തിലധികം നിന്റെ ഭാര്യയെ നീ കണ്ടു കഴിഞ്ഞില്ലേ? വാ, ഇനി കുറച്ചുനാൾ ജയിലിനകത്ത് കഴിയേ. Ha ha ha.